വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 76 തിരുവചനം. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സക്കറിയ പുരോഹിതൻ തൻ്റെ പുത്രനെപ്പറ്റി മലാഖയുടെ സന്ദർശന സമയത്ത് ലഭിച്ച ബോധ്യങ്ങളിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ 8 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോടാണ് ഇത് പറയുന്നത് എന്നത് കുറച്ച് അതിസ്വാഭാവികമായ ഏതോ മാനസിക വിഭ്രാന്തിയിൽ നിന്നും പറയുന്നത് പോലെ പരിഗണിക്കപ്പെടാം. എന്നാൽ 8 ദിവസം പ്രായമുള്ള ഒരു കുട്ടിക്ക് ഇത് കേൾക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് മുൻ അനുഭവങ്ങൾ. 6 മാസം മാത്രം ഗർഭസ്ഥ അവസ്ഥയിലായിരുന്ന ഒരു ഗർഭസ്ഥ ശിശുവിന് മറിയത്തിൻ്റെ അഭിവാദനം കേൾക്കുവാനും കുതിച്ചു ചാടുവാനും അരൂപിയിൽ നിറയുവാനുമൊക്കെ സാധിച്ചുവെങ്കിൽ അത് ഒരാളുടെ ശരീരത്തിലെ കാതുകളുടെ വളർച്ച കൊണ്ട് മാത്രം കേൾക്കുന്ന ഒരു കേൾവിയല്ല. പ്രവാചകന്മാർക്ക് ദൈവത്തെ അല്ലെങ്കിൽ പ്രവചനത്തെ, അരൂപിയുടെ ശബ്ദത്തെ ശ്രവിക്കുവാനുള്ള മറ്റൊരു ഇന്ദ്രിയം ഉണ്ട് എന്നതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. എന്താണ് സക്കറിയ തൻ്റെ മകനെ പറ്റി പറയുന്നത്? അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. പ്രവാചക ദൗത്യം ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള പാപത്തിനെതിരെ ദൈവഹിതം വെളിപ്പെടുത്തുക, അങ്ങനെ മനസ്സ് ആന്തരിക തലങ്ങളെ വിശുദ്ധീകരിച്ച് അവനെ ദൈവിക ജ്ഞാനത്തിലേക്ക്, ബോധ്യത്തിലേക്ക് വളർത്തുക എന്നുള്ളതാണ്. അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് യോഹന്നാൻ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. രാജാക്കന്മാരുടെ മുൻപാകെ രാജാക്കന്മാരോടൊപ്പം ആയുധധാരികളായ സേവകർ പോകുന്നത് പോലെ മണവാളനോടൊപ്പം വരുന്ന മണവാളൻ്റെ തോഴനായിട്ട് അവൻ മുൻപേ പോകുന്ന പ്രവാചകനായിരിക്കും. നിരവധി പ്രവാചകന്മാർ ഈ കർത്താവിൻ്റെ വരവിനെപ്പറ്റി ദൂരെ നിന്ന് സംസാരിച്ചു. ദൂരെ നിന്ന് എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ സംസാരിച്ചുവെങ്കിൽ ഈ യോഹന്നാൻ പ്രവചിക്കാൻ പോകുന്ന അല്ലെങ്കിൽ യോഹന്നാൻ സംസാരിക്കാൻ പോകുന്നത് അവനോട് ഏറ്റവും ചേർന്ന് നിന്ന് അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ പോകുന്നു. മുമ്പേ ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്നും വചനം സ്വീകരിക്കാൻ ആവശ്യമായ ഒരു വിശുദ്ധി ഉണ്ടാകേണ്ടതിന് അശുദ്ധിയുടെ തലങ്ങൾ, അവരുടെ ധാർമ്മിക മണ്ഡലങ്ങളിൽ, ജീവിത മണ്ഡലങ്ങളിലെല്ലാം കുടികൊള്ളുന്ന തിന്മ കഴുകിക്കളയുന്ന ഒരു പ്രസംഗവുമായിട്ട്, ഒരു പ്രവചനവുമായിട്ട് സ്നാപക യോഹന്നാൻ അവൻ്റെ മുമ്പേ പോകുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.